ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു നാറ്റമി. നാറ്റമിയുടെ മറ്റൊരു എക്സാം ഓറിയൻറ്റേഷൻ ലൈവ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ എക്സാം ഓറിയൻറ്റേഷൻ ലൈവ് ക്ലാസ്സിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പലവിധ ലൈവ് ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ മറ്റു തുടർച്ചയായിട്ടുള്ള ഒരു ലൈവ് ക്ലാസ്സിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏത് ടോപ്പിക് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഇത് നോട്ട് ചെയ്യുന്ന ആളുകൾക്ക് വളരെ കോൺഫിഡൻറ്റോട് കൂടി എക്സാം എഴുതി നിങ്ങൾക്ക് വിജയിക്കാവുന്നതാണ്. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതാം, നല്ല ഉയർന്ന മാർക്ക് നേടാവുന്നതാണ്. അപ്പോൾ നമ്മൾ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് നമുക്ക് പറയാൻ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ആണ്. അപ്പോൾ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ പീരിയോഡിക് ടേബിൾസിലെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. ഇപ്പോൾ പീരിയോഡിക് ടേബിളിലെ ഫസ്റ്റത്തെ രണ്ട് ഗ്രൂപ്പുകളിലായിരിക്കും മെറ്റൽസ് ഉൾക്കൊള്ളുന്നത്. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും, അതായത് ആൽക്കലൈൻ ഗ്രൂപ്പും ആൽക്കലൈൻ മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും, ഈ രണ്ട് ഗ്രൂപ്പുകളിലാണ് നമ്മുടെ മെറ്റൽസ് ഉൾക്കൊള്ളുന്നത്. ബാക്കി അവിടുന്ന് അങ്ങോട്ട് റൈറ്റ് സൈഡിൽ പീരിയോഡിക് ടേബിളിലെ റൈറ്റ് സൈഡിൽ എന്തായിരിക്കും, നോൺ മെറ്റൽസ് ആയിരിക്കും. അതിൻ്റെ കൂടെ നമുക്ക് എന്താ ചെയ്യാം, മെറ്റലോയിഡ്സിനെ കാണാം. ഇതൊക്കെ പീരിയോഡിക് ടേബിളിലെ പലവിധ വിഭാഗങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് വിച്ച് പ്രോപ്പർട്ടീസ് ഓഫ് ഗോൾഡ് അലോസ് ഇറ്റ് ടു മേക്ക് ഓർണമെന്റ്സ്. നമ്മൾ ഗോൾഡ് ഓർണമെന്റ്സ് ഉണ്ടാക്കാനാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്, അല്ലേ? ഓർണമെന്റ്സ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഗോൾഡ് ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഗോൾഡ് ഓർണമെന്റ് ഉപയോഗിക്കുന്നത്? ഒന്ന്, അതിന്റെ മൂല്യം തന്നെയാണ്. പിന്നെ ഒന്നുള്ളത്, അതിന്റെ എന്ത് പ്രോപ്പർട്ടിയാണ് ഓർണമെന്റ്സ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമായി തീരുന്നത് എന്നാണ്. അതാണ് നമ്മൾ നോക്കേണ്ടത്. അവിടെ ഉള്ളത് മാലിയബിലിറ്റി ആൻഡ് ഡക്റ്റിലിറ്റി. ഈ രണ്ട് പ്രോപ്പർട്ടി നമുക്ക് അടിച്ച് പരത്താൻ പറ്റും, അല്ലേ? അതുപോലെ വലിച്ചു നീട്ടാനും പറ്റും. ഈ രണ്ട് പ്രോപ്പർട്ടികളാണ് നമ്മുടെ ഗോൾഡിനെ അതിൻ്റെ ഓർണമെന്റ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള പ്രധാന കാരണം. അപ്പോൾ മാലിയബിലിറ്റി ആൻഡ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് മാത്രമല്ല പല മെറ്റൽസിനുള്ള മറ്റു പല ആക്ടിവിറ്റി അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ആ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ മാലിയബിലിറ്റി ആൻഡ് ഡക്റ്റിലിറ്റി. അത് മെറ്റൽസിന് ഉണ്ടാവും, എല്ലാ മെറ്റൽസിനും ഉണ്ടാകില്ല, ചില മെറ്റൽസിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ മെറ്റാലിക് ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ചില മഗ്നീഷ്യം പോലെയുള്ളത് എടുത്താൽ അതിനെ കട്ട് ചെയ്താൽ അതിൻ്റെ ഫ്രഷ്ലി കട്ട് ചെയ്ത ആ ഒരു ഭാഗത്ത് ഒരു തിളക്കം കാണും. ഓക്കെ, അതാണ് മെറ്റാലിക് ലസ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. എല്ലാ മെറ്റൽസും അല്ലെങ്കിൽ എല്ലാ എലമെൻസും എന്ത് ചെയ്യില്ല, നമ്മുടെ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഈ പ്രോപ്പർട്ടി കൂടുതലുള്ളവയുണ്ട്, തീരെ ഇല്ലാത്തവയും ഉണ്ട്. ഓക്കെ, നോക്കൂ അടുത്തൊരു ക്വസ്റ്റ്യൻ. നെയിം 2 മെറ്റൽസ് വിച്ച് ഷോ മാലിയബിലിറ്റി ആൻഡ് ഡക്റ്റിലിറ്റി. ഇത് കാണിക്കുന്ന രണ്ട് മെറ്റൽസിനെയാണ് ചോദിച്ചിട്ടുള്ളത്. മാലിയബിലിറ്റിയും ഡക്റ്റിലിറ്റിയും, ഈ രണ്ട് പ്രോപ്പർട്ടീസും കാണിക്കുന്ന രണ്ട് മെറ്റൽസ് വെച്ച്. അപ്പോൾ ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതെന്താണ്? ഗോൾഡാണ്. അപ്പോൾ ഗോൾഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇത് രണ്ടും, ഈ ഗോൾഡ് എന്ത് ചെയ്യും, മാലിയബിലിറ്റി കാണിക്കും, ഡക്റ്റിലിറ്റി കാണിക്കും എന്നുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമതുള്ളത് അലുമിനിയാണ്. അലുമിനിയം എന്ന് പറയുന്ന മെറ്റലും എന്ത് ചെയ്യും, മാലിയബിലിറ്റിയും കാണിക്കും, ഡക്റ്റിലിറ്റിയും കാണിക്കും. അതുകൊണ്ടാണ് നമുക്ക് അലുമിനിയം പാത്രങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമായി തീരുന്നത്. ഓക്കെ, പക്ഷെ ഒരു കാലത്ത് അലുമിനിയം എന്തായിരുന്നു, ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം അത്രയും അതിനെ കുഴിച്ചെടുക്കാൻ, അതിനെ ഒരു പാത്രമാക്കി മാറ്റാൻ അല്ലെങ്കിൽ മെറ്റലാക്കി മാറ്റാൻ വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷെ പിന്നീട് ആ ഒരു മെത്തേഡ്, വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡ് കണ്ടുപിടിച്ചതോടുകൂടി അതിൻ്റെ പ്രൈസ് വളരെ കുറഞ്ഞു വന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കൊറോഷൻ, ഹൗ വിൽ യു പ്രിവെൻറ്റ് ഇറ്റ്? എന്താണ് കൊറോഷൻ എന്ന് പറയും? ചില മെറ്റൽസിന് അതിൻ്റെ നാശം സംഭവിക്കും. അപ്പോൾ അവിടെ കൊറോഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. എന്താണ് കൊറോഷൻ? അതിൻ്റെ ഡെഫിനിഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. കൊറോഷൻ ഈസ് എ പ്രോസസ് വേർ ദ മെറ്റൽ കൊറോഡ്സ്. അത് നശിച്ചു പോകുന്ന, തുരുമ്പ് എന്ന് പറയില്ല, തുരുമ്പിന് നമ്മൾ റസ്റ്റിംഗ് എന്ന് പറയുന്നു. അങ്ങനെ നശിച്ചു പോകുന്ന, ഓക്സൈഡുമായിട്ടുള്ള പ്രവർത്തനം മൂലം നശിച്ചു പോകുന്നതിനെയാണ് എന്ത് പറയുന്നത്, കൊറോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കൊറോഷൻ ഈസ് എ നാച്ചുറൽ പ്രോസസ് ആൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് എ മോയ്സ്റ്റ് അറ്റ്മോസ്ഫിയർ കെമിക്കലി ആക്റ്റീവ് മെറ്റൽസ് ഗെറ്റ് കൊറോഡഡ്. കെമിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് എന്ത് ചെയ്യുന്നു, മോയ്സ്ചറിൻ്റെ, ഈർപ്പത്തിൻ്റെ സാന്നിധ്യത്തിൽ, ഈർപ്പമുള്ള സാഹചര്യത്തിൽ അതെന്ത് ചെയ്യുന്നു, റിയാക്ട് ചെയ്തുകൊണ്ട് കൊറോഷൻ സംഭവിക്കുന്നു. അപ്പോൾ ഇതാണ് കൊറോഷനെ കുറിച്ച് നമ്മൾ പറയാനുള്ളത്.
അപ്പോൾ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്, ഹൗ വിൽ യു പ്രിവെന്റ് ഇറ്റ്? ഇതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? നമുക്കൊരു മെറ്റൽ ഉണ്ട്, അത് കെമിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റലാണ്. ആ മെറ്റലിനെ ഈ പറയുന്ന നമ്മുടെ കൊറോഷനിൽ നിന്നും എങ്ങനെ നമുക്കതിന് സംരക്ഷിക്കാം, ഈ ലോഹനാശനത്തിൽ നിന്നും എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം, ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള ചില മെത്തേഡുകളുണ്ട്. ഒന്ന് പെയിൻറ്റിങ് ആണ്, മെറ്റലിൻ്റെ മുകളിൽ പെയിൻ്റ് അടിക്കുക. അങ്ങനെ ആകുമ്പോൾ പുറത്തോട്ടുള്ള എന്ത് നഷ്ടപ്പെടും? ഈ പറയുന്ന റിയാക്ഷൻ നടക്കില്ല. ഒരു കോട്ടിങ് വരുമ്പോൾ ഈ മോയ്സ്ചറുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ നടക്കില്ല. അതുകൊണ്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യില്ല, കൊറോഷൻ സംഭവിക്കില്ല. അപ്പോൾ പെയിൻറ്റിങ് ഈസ് എ ബെസ്റ്റ് മെത്തേഡ്. ഓക്കെ. മറ്റൊന്ന് ഓയിലിംഗ് ആൻഡ് ഗ്രീസിങ്. ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, ഓയിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഗ്രീസ് ഉപയോഗിക്കുക. ഇത് രണ്ടും ഉപയോഗിച്ചാലും എന്ത് സംഭവിക്കും, നമുക്ക് ഈ പറയുന്ന കൊറോഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. മറ്റൊരു മെത്തേഡാണ് ഗാൽവനൈസേഷൻ, അതുപോലെയുള്ളതാണ് അലോയിങ്. ഓക്കെ. അലോയിങ് എന്ന് പറയുന്നത്, അലോയ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റലിൻ്റെ കൂടെ മറ്റു മെറ്റലിൽ കൂടി മിക്സ് ചെയ്യുന്ന ഒരു ഇതാണ്, അതിനെയാണ് അലോയ് എന്ന് പറയുന്നത്. അപ്പോൾ ഗാൽവനൈസേഷനും അലോയും എന്താണ്, ഇതിൻ്റെ ഫോർമുലയാണ്. ഇനി നമുക്ക് തുരുമ്പെടുത്തു എന്ന് വിചാരിക്കാം, റസ്റ്റിംഗ്. ഓക്കെ. ആ റസ്റ്റിൻ്റെ ഫോർമുല എന്താണ് എന്നാണ്. ഓക്കെ, റൈറ്റ് ദ ഫോർമുല ഓഫ് റസ്റ്റ്. ഓക്കെ, ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, ഇത് ശരിക്ക് Fe2O3 XH2O ഇതാണ് ഉള്ളത്, XH2O എന്ന് പറയും. Fe2O3 XH2O എന്നാണ് റസ്റ്റിൻ്റെ ഫോർമുല എന്ന് പറയും. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ കൊറോഷനെ തടയാൻ പല മെത്തേഡുകളും ഉണ്ട് എന്ന്. അപ്പോൾ അതിലൊരു മെത്തേഡായിരുന്നു ഗാൽവനൈസേഷൻ എന്ന് പറയും. വാട്ട് ഈസ് ഗാൽവനൈസേഷൻ? ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. വാട്ട് ഈസ് ഗാൽവനൈസേഷൻ? എന്താണ് ഗാൽവനൈസേഷൻ എന്ന് പറയും? ഇത് വരാൻ സാധ്യത ഉള്ളൊരു ക്വസ്റ്റ്യനാണ്, ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഗാൽവനൈസേഷൻ? Galvanization or galvanizing is the process of applying a protective layer of zinc to the steel or iron to prevent rust or നമ്മുടെ കൊറോഷൻ. ഈ പറയുന്ന തുരുമ്പ് എടുക്കുന്നത് അല്ലെങ്കിൽ ലോഹം നശിക്കുന്നത് തടയാനായിട്ട് മെറ്റലിൻ്റെയോ സ്റ്റീലിൻ്റെയോ മുകളിൽ നമ്മുടെ ഒരു സിങ്കിൻ്റെ പ്രൊട്ടക്റ്റീവ് ലെയർ അപ്ലൈ ചെയ്യുക. അപ്പോൾ ആ മെറ്റലിൻ്റെ മേലെ സിങ്കിൻ്റെ ഒരു കോട്ടിങ് വരും, ഒരു കവറിങ് വരും, പ്രൊട്ടക്റ്റീവ് ലെയറിങ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗാൽവനൈസേഷൻ എന്ന് പറയുന്നു. ഇപ്പോൾ ഗാൽവനൈസേഷൻ എന്ന് പറഞ്ഞാൽ സിങ്ക് ഇതിൻ്റെ മുകളിൽ കോട്ട് ചെയ്ത് അപ്ലൈ ചെയ്യുന്നതിന്, അതിൻ്റെ പ്രൊട്ടക്റ്റീവ് ലെയറിങ് വരുന്നതിനെയാണ്. ഏതിൻ്റെ മുകളിലാണ്? സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ അയണിൻ്റെയോ മുകളിൽ സിങ്കിൻ്റെ ഒരു കവറിങ് വരുന്നു. ഓക്കെ, ഇതാണ് നമ്മളെ പ്രധാനപ്പെട്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നോക്കൂ. ഡിഫൈൻ ആക്ടിവിറ്റി സീരീസ് ഓഫ് മെറ്റൽ. ആക്ടിവിറ്റി സീരീസ് ഓഫ് മെറ്റൽ എന്താണ് ഈ ആക്ടിവിറ്റി സീരീസ്? മെറ്റൽസ് എല്ലാം ഒരുപോലെയല്ല റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരുപോലെയല്ല റിയാക്ട് ചെയ്യുന്നത്. അതിനെ അറേഞ്ച് ചെയ്ത ഒന്നാണ് ഈ പറയുന്ന ആക്ടിവിറ്റി സീരീസ് എന്ന്. The arrangement of the metals in the decreasing order of their activity is known as the activity or reactivity series. What is reactivity series? ഓരോ മെറ്റലിനെയും അതിൻ്റെ ഈ പറയുന്ന ആക്ടിവിറ്റിക്ക് അനുസരിച്ച് ഡിക്രീസിങ് ഓർഡർ ഓഫ് ദെയർ ആക്ടിവിറ്റി, അതായത് മറ്റു ലോഹങ്ങളുമായിട്ടും മറ്റു വസ്തുക്കളുമായിട്ടുമുള്ള അതിൻ്റെ ആക്ടിവിറ്റി, അതിൻ്റെ ബേസിസിൽ അറേഞ്ച് ചെയ്തിട്ട് അത് ഡിക്രീസിങ് ഓർഡറിലാക്കി വെച്ചതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിക്രീസിങ് ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും മുകളിലായിരിക്കും എന്ത്, ഹയസ്റ്റ് റിയാക്റ്റീവ് എലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഏറ്റവും മുകളിൽ ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആയിരിക്കും, പിന്നെ റിയാക്ടിവിറ്റി കുറഞ്ഞതായിരിക്കും. ഇങ്ങനെ കുറഞ്ഞ് റിയാക്ടിവിറ്റി തീരെ ഇല്ലാത്ത എലമെന്റുകളായിരിക്കും താഴെ ഉണ്ടാകുക, മെറ്റലുകളായിരിക്കും ഉണ്ടാകുക. നമുക്ക് അതിൻ്റെ ഒരു പിക്ചർ നോക്കാം, ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഏറ്റവും മുകളിലാണ്, ഏറ്റവും മുകളിൽ പൊട്ടാസ്യമാണ്. ഓക്കെ, അപ്പോൾ ഇത് മോസ്റ്റ് റിയാക്റ്റീവ് മെറ്റലാണ്. പിന്നെ സോഡിയം ഉണ്ട്, കാൽസ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, അലുമിനിയം ഉണ്ട്, സിങ്ക് ഉണ്ട്. അപ്പോൾ റിയാക്ടിവിറ്റി സീരീസ് ഇങ്ങനെ റിയാക്ടിവിറ്റി കുറഞ്ഞു വരികയാണ്, അതിൻ്റെ ആക്ടിവിറ്റി കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആര് കാണാം? Ag എന്ന് പറഞ്ഞ സിൽവർ ആണ്, അത് കഴിഞ്ഞ് ഗോൾഡ് ആണ്, ലീസ്റ്റ് റിയാക്റ്റീവ് മെറ്റലാണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ താഴെ ഇവർ
4 പേരാണുള്ളത്. കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ്. ഇവർ 4 പേരാണ് റിയാക്ടിവിറ്റി സീരീസ് ഹൈഡ്രജൻ്റെ താഴെ വരുന്നത്. ബാക്കി ലെഡും സിങ്കും അയണും അലുമിനിയം മഗ്നീഷ്യം എല്ലാം ഇതിന് മുകളിലാണ്, ഹൈഡ്രജൻ്റെ മുകളിലായിട്ടാണ്. ഏറ്റവും മുകളിലുള്ള പൊട്ടാസ്യമാണ് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഇതിനെയാണ് നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് എന്നോ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്നൊക്കെ പറയാവുന്നത്. ഇത്രയാണ് റിയാക്ടിവിറ്റി സീരീസിൻ്റെ കേസിലുള്ളത്. ഇനി നോക്കൂ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മിനറൽ ആൻഡ് ഓർ? മിനറലും ഓറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ നമുക്ക് ഒരുപാട് എലമെൻറ്റ്സ് നമ്മളെ കയ്യിൽ നമുക്ക് അറിയാവുന്നതാണ്. ഗോൾഡ് ആയിക്കോട്ടെ, സിൽവർ ആയിക്കോട്ടെ, അലുമിനിയം ആയിക്കോട്ടെ, അയൺ ഇരുമ്പായിക്കോട്ടെ, സോഡിയം ആയിക്കോട്ടെ, ഇങ്ങനെ പലവിധ എലമെൻറ്റുകൾ മെറ്റലുകൾ നമ്മൾ കുഴിച്ചെടുക്കുന്നുണ്ട്. ഈ മെറ്റലുകൾ നമ്മൾ കുഴിച്ചെടുക്കുമ്പോൾ ഈ എലമെൻറ്റുകൾ പല രൂപത്തിലായിരിക്കും ഉണ്ടാവുക, പല രൂപത്തിലായിരിക്കും. അങ്ങനെ ഏതിൽ നിന്നാണോ എളുപ്പത്തിൽ വേർതിരിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ ഫോമിലാണോ ഉള്ളത്, ഇതിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ മിനറലും ഓറും തീരുമാനിക്കുന്നത്. ഓക്കെ, മിനറൽസ് ആർ നാച്ചുറലി ഒക്കറിങ് ഇൻ ഓർഗാനിക് സബ്സ്റ്റൻസസ് വിത്ത് സ്പെസിഫിക് കെമിക്കൽ കോമ്പോസിഷൻ ആൻഡ് ക്രിസ്റ്റൽ സ്ട്രക്ചർ. അതായത് ഒരു ഇനോർഗാനിക് സബ്സ്റ്റൻസുകളാണ്. അതായത് ഒരു എലമെൻറ്റ്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് അലുമിനിയം എന്ന് പറയുന്ന ആ ഒരു മെറ്റൽ പല രൂപത്തിലും കാണാം. ഓക്കെ, പല രൂപത്തിലും കാണാം. അതുപോലെ അയൺ കാണാം, ബോക്സൈറ്റ്, അങ്ങനെ പല രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യും, ഈ അലുമിനിയത്തെയും അയണിനെയൊക്കെ പല രൂപത്തിലും കാണാം. പക്ഷേ ഒരു സ്ഥലത്ത് കുഴിക്കുമ്പോൾ നമുക്ക് അലുമിനിയം ഉള്ള ഒരു പ്രത്യേക ഒരു വിഭാഗത്തിലായിരിക്കും കാണുന്നത്. മറ്റൊരു സ്ഥലത്ത് നമ്മൾ കുഴിച്ചെടുക്കുമ്പോൾ നമുക്ക് അവിടെ നിന്നും കിട്ടുന്ന, മറ്റു ഏരിയയിൽ നിന്നോ രാജ്യത്തു നിന്നോ കുഴിച്ചെടുക്കുമ്പോൾ അവിടെ നിന്നും കിട്ടുന്ന അലുമിനിയം എന്ന് പറയുന്നത് മറ്റൊരു രൂപം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നതാണ് അതിൻ്റെ കൂടെയുള്ള ആൾക്കാർ ഏതൊക്കെ കോമ്പോസിഷനിലാണ്. ചില കോമ്പോസിഷനിൽ അലുമിനിയത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും, ചിലതിൽ കുറവായിരിക്കും. ഓക്കെ, ചില ഏരിയയിൽ നിന്നും അല്ലെങ്കിൽ ചില കോമ്പോസിഷനിൽ നിന്നും കുഴിച്ചെടുക്കാൻ ചിലവ് കൂടുതലായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ ഏത് രൂപത്തിലായാലും ഒരു ഇനോർഗാനിക് സബ്സ്റ്റൻസ്, അതായത് മറ്റു എലമെൻറ്റുകളുടെ കൂടെ എങ്ങനെ കൂടിച്ചേർന്ന് നിൽക്കുന്നു, അങ്ങനെ കൂടിച്ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മൾ മിനറൽ എന്ന് വിളിക്കും. അപ്പോൾ ഒരുപാട് മിനറൽ കിട്ടും. ഇപ്പോൾ അലുമിനിയത്തിൻ്റെ ഒരുപാട് മിനറലുകൾ കിട്ടും, പല ഭാഗത്തും പല മിനറലുകളായിരിക്കും. അതുപോലെ സോഡിയത്തിൻ്റെ കിട്ടും, അതുപോലെ ഇങ്ങനെ പല സിങ്കിൻ്റേത് കിട്ടും. ഇങ്ങനെ പല വിധത്തിലുള്ള നമ്മുടെ മിനറൽസ് നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. ഈ മിനറൽസിൽ എല്ലാത്തിൽ നിന്നും നമുക്ക് കുഴിച്ചെടുക്കാൻ സാധ്യമല്ല. കാരണം ചിലതിൽ ചിലവ് കൂടുതലായിരിക്കും, ചിലതിൽ കുഴിച്ചെടുത്താലും കുറഞ്ഞ അളവിലേക്ക് കിട്ടുകയുള്ളൂ, അപ്പോഴും വീണ്ടും നഷ്ടമായിരിക്കും. ചില സ്ഥലത്ത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ, അവിടെയും നഷ്ടമായിരിക്കും. അപ്പോൾ കുറഞ്ഞ ചെലവിൽ ലാഭകരമായിട്ട് നമുക്ക് ഏത് മിനറലിൽ നിന്നാണോ കുഴിച്ചെടുക്കാൻ പറ്റുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓർസ് എന്ന് പറയും. അപ്പോൾ ഓർസ് എന്ന് പറയുന്നത് യഥാർത്ഥ മിനറൽ തന്നെയാണ്. ആ മിനറൽസിൽ നിന്നും കുറേ മിനറൽസ് ഉണ്ടാവും, അതിൽ നിന്നും ഏത് മിനറൽസിൽ നിന്നാണ് നമുക്ക് എക്കണോമിക്കലി ഫീസിബിളായിട്ട് ഇതിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓർസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്ന് ഓർത്ത് വെക്കുക, ഓൾ ഓർസ് ആർ മിനറൽസ് ബട്ട് നോട്ട് ഓൾ മിനറൽസ് ആർ ക്ലാസിഫൈഡ് ആസ് ഓർസ്. ഓക്കെ, അത് പ്രത്യേകം ഓർത്ത് വെക്കുക. എല്ലാ ഓറുകളും മിനറൽസ് ആണ്, പക്ഷെ എല്ലാ മിനറൽസും എന്തല്ല, ഓറുകളല്ല എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് എന്നുള്ള ഭാഗമാണ്. കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് എന്ന് പറയും. അപ്പോൾ ഈ കാർബണും അതുപോലെ അതിൻ്റെ മറ്റു കോമ്പൗണ്ട്സും, നമുക്കറിയാം കാർബൺ പല ടൈപ്പ് കോമ്പൗണ്ട്സ് ഉണ്ട്. കാർബണിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ കാണിച്ചിട്ടുള്ള ഡയമണ്ട്, അതൊരു എന്താണ്, കാർബണിൻ്റെ ഒരു കോമ്പൗണ്ടാണ്. ഇനി അതേപോലെ ഇവിടെ കാണിച്ചിട്ടുള്ള നമ്മുടെ കരി അല്ലേ, അതും എന്താണ്, കാർബണിൻ്റെ കോമ്പൗണ്ടാണ്. ഓക്കെ, രണ്ടും എക്സ്ട്രീംലി രണ്ട് എൻഡിൽ നിൽക്കുന്നതാണ് നമ്മുടെ കാർബൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാർബണും അതിൻ്റെ കോമ്പൗണ്ട്സിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് വരുന്നത് വാട്ട് ഈസ് കാറ്റിനേഷൻ എന്ന് പറയുന്നത്. എന്താണ് കാറ്റിനേഷൻ എന്ന് പറയുന്നത്? കാറ്റിനേഷൻ എന്ന് പറയുന്നത് എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കാറ്റിനേഷൻ എന്നുള്ള പ്രോപ്പർട്ടി കാർബണിന് കൂടുതലായിട്ടുള്ള ഒന്നാണ്. ഓക്കെ, കാറ്റിനേഷൻ ഈസ് ദ കെമിക്കൽ ലിങ്കിങ് ഓഫ് ആറ്റംസ് ഓഫ് ദ സെയിം എലമെന്റ്സ് ഇൻ ദ ചെയിൻസ് ഓർ റിങ്സ്. അതായത് ശ്രദ്ധിക്കുക,
ഒരുപാട് എലമെൻറ്റുകളുമായിട്ട് അല്ലെങ്കിൽ മറ്റു ഇതിനുമായിട്ട് കൂടിച്ചേരാനുള്ള അല്ലെങ്കിൽ കുറേ സെയിം എലമെൻറ്റുകളുമായിട്ട് കൂടിച്ചേരാനുള്ള ആ ഒരു എബിലിറ്റിയാണ് നമ്മളെന്ത് പറയുന്നത്, കാറ്റനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന എബിലിറ്റി, കാറ്റനേഷൻ എന്ന് പറയുന്ന എബിലിറ്റി കാർബണിന് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കാർബണിന് ഒരുപാട് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് ഭാഗങ്ങളുമായിട്ട് കൂടിച്ചേർന്ന് കാർബൺ വീണ്ടും വീണ്ടും കൂടിച്ചേർന്ന് ഒരുപാട് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ കാർബണിന് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം, ഹൗ മെനി ഇലക്ട്രോൺസ് ആർ നീഡഡ് ബൈ എ കാർബൺ ആറ്റം ടു കംപ്ലീറ്റ് ഇറ്റ്സ് ഒക്ടക്റ്റ്. അപ്പോൾ നമുക്കറിയാം കാർബണിൻ്റെ ഒക്ടക്റ്റ്, ഏതൊരു എലമെൻറ്റ് ഒക്ടക്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ലാസ്റ്റ് ബാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ വേണം. ഓക്കെ, കാർബണിന് നിലവിൽ ഇപ്പോൾ 4 ഉണ്ടാവുള്ളൂ. അപ്പോൾ ബാലൻസ് ഷെല്ലിൽ 4 എണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി 4 എണ്ണം കൂടി കിട്ടിയാലേ എന്തുള്ളൂ, അതിൻ്റെ ഒക്ടക്റ്റ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ കാർബൺ ആ ഒക്ടക്റ്റ് കംപ്ലീറ്റ് ആകാൻ 4 എണ്ണം വേണ്ടത് കൊണ്ട് 4 ആറ്റങ്ങളുമായിട്ട് കൂടിച്ചേരാൻ പറ്റും. അത് സ്വയം കാർബൺ ആകണമെന്നില്ല, മറ്റ് എലമെൻറ്റുകളായിരിക്കും. ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്, കാർബണിൻ്റെ ഒക്ടക്റ്റ് കംപ്ലീറ്റ് ആക്കാൻ 4 ആറ്റങ്ങളുമായിട്ട് കൂടിച്ചേരണം. അത് ചിലപ്പോൾ ഹൈഡ്രജൻ ആകാം, H ആകാം, അല്ലേ? അപ്പോൾ ഒരു കാർബണും 4 ഹൈഡ്രജനും ആണ്, അല്ലേ? അപ്പോൾ ഇതിന് നമ്മൾ എന്ത് വിളിക്കുന്നു, CH4 എന്ന് വിളിക്കുന്നു, മീഥെയ്ൻ എന്ന് വിളിക്കുന്നു. ഇങ്ങനെ വരാം. ഇനി അതല്ലെങ്കിൽ 3 Hഉം ഒരു ക്ലോറിനും ആകാം. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, CH3Cl എന്ന് വിളിക്കുന്നു. ഇനി അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയും വരാം. ഇത് നമ്മൾ CH2Cl2 എന്ന് വിളിക്കാം. ഓക്കെ, ഇനി അതല്ലെങ്കിൽ CH3Cl എന്ന് പറയും. ഇങ്ങനെ പല വിധത്തിൽ കാർബണിന് എന്ത് ചെയ്യാം, കോമ്പൗണ്ടുകൾ ഫോം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് കാർബണിൻ്റെ ഒരു വലിയൊരു പ്രത്യേകതയാണ്. മറ്റു ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരുവിധം കോമ്പൗണ്ടുകൾക്ക് എന്ത് ചെയ്യാം, ഒരുപാട് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യാൻ കാർബണിന് സാധിക്കുന്നു. ഇതുപോലെ മറ്റൊരു കാർബണിനെ കുറിച്ച് പറയുമ്പോൾ കേൾക്കുന്ന മറ്റൊരു പേരാണ് അലോട്രോപ്പ് എന്നുള്ളത്. അപ്പോൾ അലോട്രോപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് സാധ്യതയുണ്ട്. എന്താണ്, വാട്ട് ഈസ് അലോട്രോപ്പ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഏതൊക്കെയാണ് അലോട്രോപ്പിക് ഫോംസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് അലോട്രോപ്സ് എന്നുള്ളത്. അലോട്രോപ്സ് ആർ ഡിഫൈൻഡ് ആസ് ദ ഡിഫറെൻറ്റ് സ്ട്രക്ചറൽ ഫോംസ് ഓഫ് എ സിംഗിൾ കെമിക്കൽ എലമെൻറ്റ്. ഒരു എലമെൻറ്റിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സ്ട്രക്ചറൽ ഫോംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ അലോട്രോപ്സ് എന്ന് വിളിക്കുന്നത്. അലോട്രോപ്സ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ എലമെൻറ്റിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സ്ട്രക്ചറൽ ഫോംസിന്, ഓക്കെ, സ്ട്രക്ചറൽ ഫോംസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അലോട്രോപ്സ് എന്ന് പറയുന്നത്. കാർബൺ ഒക്കർ ഇൻ ഫ്രീ സ്റ്റേറ്റ് ഇൻ 3 അലോട്രോപ്പിക് ഫോംസ്. അതായത് കാർബണ് 3 അലോട്രോപ്പിക് ഫോംസ് ആണുള്ളത് എന്നാണ് ഓർത്ത് വെക്കുന്നത്. നമ്മൾ പറഞ്ഞു കാർബണിന് എത്ര അലോട്രോപ്പിക് ഫോം ഉണ്ട്, 3 അലോട്രോപ്പിക് ഫോം ആണുള്ളത്. ഇതിൻ്റെ സ്ട്രക്ചറൽ ഫോംസ്, ഡിഫറെൻറ്റ് സ്ട്രക്ചറൽ ഫോംസ്, അങ്ങനെ 3 സ്ട്രക്ചറൽ ഫോംസ് ആണ് കാർബൺ എന്ന് വെച്ചാൽ 3 അലോട്രോപ്പുകളാണ് കാർബണുള്ളത്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ അതുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ്, വാട്ട് ആർ ദ അലോട്രോപ്പിക് ഫോംസ് ഓഫ് കാർബൺ എന്ന് പറയും. വാട്ട് ആർ ദ അലോട്രോപ്പിക് ഫോംസ് ഓഫ് കാർബൺ എന്ന് പറയും. അത് 3 എണ്ണമാണ് ഉള്ളത് എന്ന് പറഞ്ഞു. ഒന്ന് ഗ്രാഫൈറ്റ് ആണ്, പിന്നൊന്ന് ഡയമണ്ട് ആണ്, മറ്റൊന്ന് ഫുള്ളറീനാണ്. ഏതൊക്കെയാണ്, ഗ്രാഫൈറ്റ് ആണ്, ഡയമണ്ട് ഉണ്ട്, ഫുള്ളറീൻ. ഗ്രാഫൈറ്റ്, ഡയമണ്ട്, ഫുള്ളറീൻ, ഇത് 3ആണ് പ്രധാനപ്പെട്ട കാർബണിൻ്റെ അലോട്രോപ്പിക് ഫോംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കാർബൺ എന്ന് പറയുന്ന ഇത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പല ടൈപ്പ് ബോണ്ടിങ് രൂപം കൊള്ളുന്നു എന്ന്, പല കോമ്പൗണ്ട്സ് രൂപം കൊള്ളുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിലുള്ള ഈ ബോണ്ടിങ്, കാർബൺ ആറ്റം ബോണ്ട് ചെയ്യുന്ന ഏത് ബോണ്ട് ടൈപ്പാണ് എന്നുള്ളത്. വാട്ട് ടൈപ്സ് ഓഫ് ബോണ്ട്സ് ആർ ഫോംഡ് ബൈ ദ കാർബൺ ആറ്റം. വാട്ട് ടൈപ്സ് ഓഫ് ബോണ്ട്സ് ആർ ഫോംഡ് ബൈ ദ കാർബൺ. ഒരു കാർബൺ ആറ്റം മറ്റൊന്നുമായിട്ട് ബോണ്ട് ചെയ്യുമ്പോൾ ഏത് ടൈപ്പ് ബോണ്ടാണ് അവിടെ ഉണ്ടാകുന്നത് എന്നാണ്. നോർമലി കാർബൺ യൂഷ്വലി ഫോംസ് കോവാലന്റ് ബോണ്ട്. കോവാലന്റ് ബോണ്ട് എന്ന് പറയാം, കോവാലന്റ് ബോണ്ട്. അപ്പോൾ കാർബണും തമ്മിൽ കോവാലന്റ് ബോണ്ട് ഉണ്ടാവും. കാർബണും മറ്റു എലമെൻറ്റുകളുമായിട്ടും കോവാലന്റ് ബോണ്ടായിരിക്കും ഉണ്ടാവും. കാർബൺ കോവാലന്റ് ബോണ്ടാണ്. കാർബൺ ആൻഡ് അതർ എലിമെൻറ്റ്സ് ആർ കോൾഡ് ഓൾസോ ലിങ്ക്ഡ് ബൈ കോവാലന്റ് ബോണ്ട് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞിരുന്നത് നമ്മുടെ ഗ്രാഫൈറ്റ് ഉണ്ടായിരുന്നു, ഡയമണ്ട് ഉണ്ടായിരുന്നു, ഫുള്ളറീൻ ഉണ്ടായിരുന്നു. ഇനി ഡയമണ്ടിൻ്റെ യൂസസ് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്.
ഡയമണ്ടിൻ്റെ യൂസ്, ഡയമണ്ട് എങ്ങനെ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഡയമണ്ടിൻ്റെ യൂസ് ചോദിക്കുമ്പോൾ നമുക്ക് ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടത് നമുക്ക് ഇവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വാട്ട് ആർ ദി 2 യൂസസ് ഓഫ് 2 or 3 ഒക്കെ വരാം, നമ്മളത് നമ്മുടെ ഇതിനനുസരിച്ച് നമ്മൾ എഴുതുക. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കട്ടിങ് ആൻഡ് ഗ്രൈൻഡിങ് ഓഫ് അതർ ഹാർഡ് മെറ്റീരിയൽസ്. വളരെ ഹാർഡായിട്ടുള്ള മറ്റു മെറ്റീരിയൽസുകൾ കട്ട് ചെയ്യാനും അതിനെ ഗ്രൈൻഡ് ചെയ്യാനും ഡയമണ്ട് യൂസ് ചെയ്യാറുണ്ട്. ഡയമണ്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഡയമണ്ട് ഉപയോഗിച്ച് മറ്റു വസ്തുക്കളെ, ഇപ്പോൾ ഗ്ലാസ് ഒക്കെ കട്ട് ചെയ്യാൻ അവർ ഗ്ലാസ് വർക്കേഴ്സ് ഇത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, കൃത്യമായിട്ട് ഷാർപ്പായിട്ട് കട്ട് ചെയ്യാൻ ഡയമണ്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതുപോലെ ഗ്രൈൻഡ് ചെയ്യാൻ. ഇറ്റ് ഈസ് ഓൾസോ എംപ്ലോയിഡ് ഇൻ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ഫോർ കട്ടിങ് ഗ്ലാസ് ആൻഡ് ഡ്രില്ലിംഗ് റോക്സ്. നേരത്തെ പറഞ്ഞ പോലെ ഗ്ലാസ് കട്ട് ചെയ്യാൻ, റോക്സ് ഡ്രില്ല് ചെയ്യാൻ, നമ്മുടെ പാറകൾ തുരക്കാൻ വേണ്ടിയിട്ടും ഡയമണ്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി മറ്റൊന്നാണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ജ്വല്ലറി. നമുക്കറിയാം ആഭരണമായിട്ട് ഡയമണ്ട് യൂസ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് അതെങ്ങനെ യൂസ് ചെയ്യാനുള്ള കാരണം? ബ്യൂട്ടിഫുൾ ഓർണമെന്റ്സ് ആർ മെയ്ഡ് വിത്ത് ഡയമണ്ട്സ്. അതിന് കാരണം ദ ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് മേക്സ് ഇറ്റ് വെരി ബ്രില്യൻറ്റ് വെൻ ഇറ്റ്സ് പ്രോപ്പർലി കട്ട് ആൻഡ് പോളിഷ്ഡ്. ഒരു ഡയമണ്ട് അതിൻ്റെ കൃത്യമായ രൂപത്തിൽ കട്ട് ചെയ്ത് പോളിഷ് ചെയ്താൽ അതിൻ്റെ ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളത് കൊണ്ട് നല്ല തിളക്കമുണ്ടായിരിക്കും. ഓക്കെ, അതിൻ്റെ തിളക്കം വളരെ വലുതായിരിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വളരെ വലുതായതുകൊണ്ട്, അതായത് 2.5 ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഡയമണ്ടിന് വളരെ നന്നായിട്ട് എന്ത് ചെയ്യും, ഷൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷെ അത് നന്നായിട്ട് കട്ട് ചെയ്ത് പോളിഷ് ചെയ്താൽ മാത്രമേ അത് കൃത്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയാം. കാർബണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ കോമ്പൗണ്ട്സ്, പിന്നെ ഉള്ളത് നമുക്ക് എന്താണ്, അത് കോമ്പൗണ്ട്സ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഫോംസ് ഏതൊക്കെയാണ്, അലോട്രോപ്പിക് ഫോംസ്. ഓക്കെ, ഗ്രാഫൈറ്റ്, അതുപോലെ തന്നെ ഡയമണ്ട്, ഫുള്ളറീൻസ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ലൈവ് ക്ലാസ്സുകൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ, നോട്ട്സുകളൊക്കെ കൃത്യമായിട്ട് നോക്കുക, ലൈവ് ക്ലാസ്സുകൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നോട്ട്സ് നിങ്ങൾക്ക് എത്തിച്ചു നൽകുന്നതാണ്, നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നൽകുന്നതാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നോക്കി എക്സാമിൻ്റെ മുൻവർഷ ചോദ്യപേപ്പറുകളും മറ്റു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് എങ്ങനെയാണ് എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.